ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഏറെ സന്തോഷകരമായ പരിശുദ്ധ റമദാനിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ് നമ്മളൊക്കെ. നമുക്ക് റമദാനിനെ സ്വാഗതം ചെയ്യാനും റമദാനിൽ അതിൻ്റെ ഏറ്റവും ശരിയായ രീതിയിൽ കഴിച്ച് കൂട്ടാനുമൊക്കെയുള്ള അവസരങ്ങൾ നൽകി കരുണാവാരിധി അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിനെയും ഇസ്ലാമിക ജീവിതത്തെയുമൊക്കെ ശരിയായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നതിലും മനസ്സിലാക്കുന്നതിലും അതിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നതിലുമൊക്കെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ പ്രത്യേകമായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. റമദാനിൻ്റെ ആഗമനം വളരെ സന്തോഷകരമാണ്. പക്ഷെ ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളമെങ്കിലും ഏറെ വിഷമകരമായ ഒരു ഘട്ടത്തിലാണ്. ചില സംഭവങ്ങളും വാർത്തകളിലൂടെയുമൊക്കെയാണ് റമദാനിനെ മുസ്ലിം സമുദായം സ്വാഗതം ചെയ്യാൻ പോകുന്നത്. നല്ല ഒരു ചെറുപ്പക്കാരൻ സ്വന്തം മാതാവിനെയും സഹോദരനെയും വല്യമ്മയെയും എളാപ്പയെയും എളാമയെയും പിന്നെ പെൺസുഹൃത്തിനെയും, അതിൽ കോട്ട് ചെയ്യേണ്ട വേറൊരു സാധനം, എന്താണ് ആ സാധനം എന്നുള്ളത്? പെൺസുഹൃത്ത്. അങ്ങനെ ഒരു സാധനം ഉണ്ട് ഇപ്പം മുസ്ലിം സമുദായ ജീവിതത്തിൽ. മാധ്യമങ്ങളും എല്ലാവരും കൂടിയൊക്കെ പറഞ്ഞിട്ട് ഹലാലാക്കിയിട്ടുള്ളൊരു സാധനം അത്. പെൺ ഫ്രണ്ട്, ആൺ ഫ്രണ്ടും പെൺ ഫ്രണ്ടും. ഇസ്ലാമിൽ എങ്ങനെ ഉണ്ടാകാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിനൊന്നും ഇപ്പോൾ പ്രസക്തിയൊന്നുമില്ല. ഏതായാലും അങ്ങനെയൊരു സാധനമുണ്ട്. അതിനെയും ശരിപ്പെടുത്തിയിരിക്കുന്നു ഇവൻ. അല്ലെങ്കിലും കുറച്ച് കാലമായി കേരളത്തിൽ ഒട്ടും സുഖകരമല്ലാത്ത വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മുഴുവൻ. മനുഷ്യരുടെ മനസ്സിൻ്റെ അകത്തളങ്ങളിൽ ചീഞ്ഞടിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന വർഗീയതയും വംശീയതയൊക്കെ അണ്ടർഗ്രൗണ്ടിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ജാതീയത, വംശീയത, വർഗീയത, അധികാരത്തിന് വേണ്ടിയിട്ടുള്ള കളം വിട്ടുള്ള കളികൾ, ഇതൊക്കെ മതരാഷ്ട്രീയ സമുദായ വിഭാഗങ്ങളിലും നേതൃത്വങ്ങളിലുമൊക്കെ നന്നായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തന്ത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വലിയ കാപട്യങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ നടത്തി എന്തും എങ്ങനെയും ചെയ്യാൻ മടിയില്ലാത്ത, മതത്തിലും രാഷ്ട്രീയത്തിലും ഉദ്യോഗസ്ഥന്മാരിലൊക്കെ പെട്ടവർ സകല കളികളും കളിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നൊന്നും വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടന്ന് പോകണില്ല. പലതും നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. അതിൻ്റെ കൂടെയാണ് വ്യക്തികളുടെ ജീർണതകൾ. മതഘടന, രാഷ്ട്രീയ ഘടന, ഉദ്യോഗസ്ഥ ഘടന വളരെ ദുർബലമാണ്. വിശ്വസിക്കാൻ കൊള്ളാത്ത, സത്യസന്ധതയില്ലാത്ത, നേരും നിറയില്ലാത്ത, അവനവൻ്റെ കാര്യലാഭത്തിന് വേണ്ടി മാത്രം ഇത് മൂന്നും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളായി മത, രാഷ്ട്രീയ, ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ ലോകത്തുടനീളം മാറിയിട്ടുണ്ട്. ഇന്ത്യയിൽ വളരെ നേരെ മാറിക്കഴിഞ്ഞിട്ടുണ്ട്. കോടതി, സൈന്യം, പോലീസ്, രഹസ്യാന്വേഷണം, മീഡിയ ഒക്കെ. കേരളത്തിലും അതേ കളി വളരെ നന്നായി ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് സാമൂഹിക മണ്ഡലത്തിലുള്ള എല്ലാവരും കൂടി ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം. അതിൻ്റെ ഏറ്റവും അപകടകരമായ തിക്തഫലങ്ങൾ എന്നുള്ള നിലക്ക് നമ്മുടെ വ്യക്തികളൊന്നും പറഞ്ഞുകൂടാ. നമ്മുടെ യുവാക്കളും കൗമാരങ്ങളും ഒക്കെ ഒന്നും ചെയ്യാൻ മടിയില്ലാത്ത, എന്തും ചെയ്യാൻ മടിയില്ലാത്ത അറപ്പ് കെട്ട വാർത്തകൾ. നമ്മൾക്ക് യാതൊരു വിശ്വാസിക്കും ഒരു സാധാരണ മനുഷ്യനൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള പ്രകടനങ്ങൾ, പ്രവർത്തനങ്ങൾ വീടുകളിലും കുടുംബങ്ങളിലും സ്കൂളുകളിലും ക്യാമ്പസുകളിലും ഒക്കെയുള്ള ആളുകൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്.
എത്രമാത്രം വാർത്തകളാണ് ഈ സമയത്ത് വന്നിട്ടുള്ളത് നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മതി. ഇതൊക്കെ കൂടി കണ്ടിട്ട് ഏതായാലും നന്നാവാൻ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. കാണുന്തോറും ഈ മോഡൽ പരീക്ഷണത്തിലേക്ക് നമ്മൾ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്താൽ മതി, എന്നാ പിന്നെ മുണ്ട പോലുമില്ല, തലൻ്റെ പിന്നിൽ ചുറ്റി കടിച്ചിട്ടുണ്ട് വാപ്പാനിമ്മാനെയൊക്കെ ഉണ്ട് വെച്ച ഒരു അലർച്ച പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് വളരെ സുഖമായിട്ടാണ് ആളെ ശരിയാക്കാൻ. നാളെ പേടിച്ച് കടന്നുറങ്ങേണ്ടി വരും നമ്മളെ വീട്ടിലുള്ള മക്കളെപ്പോഴാണ് പേ പിടിച്ച പട്ടികളെ പോലെ ചുറ്റിക എടുത്തിട്ട് വാളും എടുത്തിട്ട് അതുപോലെ തന്നെ മറ്റായുധങ്ങളൊക്കെ എടുത്തിട്ട് പാപ്പാക്ക് നേരെ, ഉമ്മാക്ക് നേരെ, ഇണയ്ക്ക് നേരെ, പെങ്ങൾക്ക് നേരെ, അനിയന് നേരെ, വീട്ടിലുള്ള വല്യപ്പാക്കും വല്യമ്മാക്കും ഒക്കെ നേരെ തിരിയുക എന്നുള്ളത് ഒരു നിലക്കും നമുക്ക് ഉറപ്പിക്കാൻ പറ്റാത്ത വണ്ണം. നിങ്ങൾ വിചാരിക്കണ്ടോ നിങ്ങളൊന്നും കുട്ടികളതൊന്നും ആവില്ലാന്ന്? അത്രമാത്രം നല്ല മതരാഷ്ട്രീയ ഉദ്യോഗസ്ഥ സംവിധാനത്തിലൊന്നുമല്ല എൻ്റെ നിങ്ങളും കുട്ടികളുള്ളത്. അവര് രക്ഷപ്പെടും. നല്ല കോളേജാണ്, നല്ല സ്കൂളാണ്, നല്ല പോലീസാണ്, നല്ല കോടതിയാണ്, നല്ല പാർട്ടികളാണ്, നല്ല മതങ്ങളാണ്. അവരൊക്കെ കൂടി എൻ്റെ കുട്ടിയെ മാലാഖയെ പോലെ വളർത്തും. സലഫ് സ്വാലിഹുകളും മുജദ്ദിദുകളും ഇമാമിയങ്ങളും ഏറ്റവും നല്ലവരായി എൻ്റെ കുട്ടികൾ എനിക്ക് തരും. പണ്ടൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിക്കായിരുന്നു. ഇപ്പൊ ചീഞ്ഞളിഞ്ഞ ദുർഗന്ധം വമിക്കുന്ന എല്ലാ ചേലയും ചോരവും നിറഞ്ഞ സംവിധാനങ്ങളായി നമ്മുടെ തലമുറ മാറിക്കൊണ്ടിരിക്കുന്ന ഗതികെട്ട വാർത്തകൾ ധാരാളമായി നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുക. പരിഹാരം എന്താണെന്ന് അല്ലാഹു അഅലം. കാരണം വ്യവസ്ഥ ചെയ്താൽ, ഗവൺമെന്റ് നാറിയാൽ, ഗവൺമെന്റ് എന്ന് പറഞ്ഞ ഒരു പാർട്ടിയെ കുറിച്ചൊന്നുമല്ല പറഞ്ഞത്, ഉദ്യോഗസ്ഥ വൃന്ദവും ഗവൺമെന്റും പാർട്ടികളുമൊക്കെ ചീഞ്ഞളിഞ്ഞ് മോന്തായം വളഞ്ഞാൽ പിന്നെ പെര വളയും. ഒരു സംശയങ്ങൾ വെക്കേണ്ട കാര്യമില്ല. ആദ്യം അവിടെ തന്നെ അതപ്പുണ്ട്. അതുപോലെ തന്നെ മതനേതൃത്വങ്ങൾ കേരളത്തിലെ എല്ലാ മതനേതൃത്വങ്ങളും എന്ത് പണിയെടുക്കണമെന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ മതി. അവനവന്റെ അൾത്താരകളിലും മിഹ്റാബുകളിലും അമ്പലങ്ങളിലും ഒക്കെ ഇരുന്നിട്ട് വർഗീയ, വംശീയ, ജാതീയ, സാമുദായിക വഷളത്തരങ്ങൾ എഴുന്നള്ളിച്ച് മനുഷ്യനെ മൃഗമാക്കി മാറ്റുന്ന പ്രക്രിയ നിർവഹിക്കുന്നു എന്നുള്ളതല്ലാതെ ഈ നാട്ടിലെ എന്തെങ്കിലും ഒരു തിന്മയ്ക്കെതിരെ എല്ലാവരും ലഹരിനെ കുറിച്ച് എന്താ ഇപ്പൊ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഹിന്ദുവിനും ഒരുമിച്ചൊന്നൂടെ? മുസ്ലിം പറയാൻ പറ്റൂലെന്ന്, ഹിന്ദു പറയാൻ പറ്റൂലെന്ന്. പക്ഷെ അങ്ങനത്തെ ഒരു ജയ് ശ്രീരാമും ഒരു അല്ലേലുയയും ഒരു അല്ലാഹു അക്ബർ നമുക്ക് കേൾക്കാനില്ല. ഇവിടുത്തെ മദ്യത്തിനെതിരെ, ഇവിടുത്തെ ലഹരിക്കെതിരെ, ഇവിടുത്തെ അശ്ലീലതകൾക്കെതിരെ, ഇവിടുത്തെ അനാശാസ്യതകൾക്കെതിരെ അതിന് ഒരുമിച്ച് നിന്ന വർഗീയത പോലും പമ്പ കിടക്കും. പക്ഷെ ഒരൊറ്റ മതങ്ങളും ഒരൊറ്റ സമുദായങ്ങളും ഒറ്റക്കിരുന്ന് പത്രസമ്മേളനം നടത്തുക എന്നുള്ളതല്ലാതെ നമുക്കൊന്ന് കൂട്ടായിട്ടിരിക്കാം. കൂട്ടായിരിക്കുന്നതിനെ ഭയപ്പെടുന്ന വംശീയ, വർഗീയ, സാമുദായിക, ജാതീയ കമ്പാർട്ടുകളിൽ അണിനിരന്ന് ആരുടെയൊക്കെയോ കളിപ്പാവകളായി വിഡ്ഢിവേഷം കെട്ടിക്കൊണ്ടിരിക്കുന്ന മതസമൂഹത്തിനും ഇപ്പോൾ ഇവിടെ നേർച്ച നടക്കാൻ പോകല്ലേ, ഉത്സവം നടക്കല്ലേ, അതിൻ്റെ അപ്പുറത്തായിരുന്നു കൂറ്റനാട് നേർച്ച ഉണ്ടായിരുന്നത്. നിങ്ങളൊന്ന് പോയോക്ക്. ഈ നേർച്ച ഉത്സവമൊക്കെ കണ്ടിട്ട് ഉമ്മത്ത് വികസിക്കുകയാണ്, മനുഷ്യൻ നന്നാവുകയാണ്. ലിബറൽ ഉത്സവങ്ങളാണ്. ചാടുക, തുള്ളുക, മറയുക, മദ്യം, ലഹരി, ആഭാസങ്ങൾ. അമ്പലവും പള്ളിയൊക്കെ എന്തിനുള്ളതാ? ഈ കെട്ടുകാഴ്ചകൾ അവതരിപ്പിക്കാനുള്ളതാ? സമൂഹത്തിൽ മനുഷ്യനെ സൃഷ്ടിക്കാൻ ഒതുകാത്ത ആഘോഷങ്ങളുടെയും ആർഭാടങ്ങളുടെയും മറവിൽ സകലതും ഒളിച്ചു കടത്തി എല്ലാ വൃത്തികേടുകളും. ഇതൊന്നും ഇപ്പൊ ഇനി പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇതൊക്കെ ആരാധനയാണ്, ഇതൊക്കെ ആചാരമാണ്, ഇതൊക്കെ അനുഷ്ഠാനമാണ്. ദൈവത്തെ പ്രീതിപ്പെടുത്താനാണല്ലോ പോലും കൂടിച്ച് കൂത്താടി അവിടുന്ന് തുടങ്ങിയിട്ട് അവസാനം സ്കൂളിൽ ഇപ്പോൾ എല്ലായിടത്തും യാത്രയപ്പ് പാർട്ടികൾ നടക്കുക. എന്നിട്ട് DJ പാർട്ടികൾ വേണം. +2-ന് മറ്റേ ഇന്നലെ ഞാനൊരു അധ്യാപനോട് സംസാരിച്ചപ്പോൾ പറയണ് DJ പാർട്ടി പാടുക, മുട്ടിയിട്ട് ചാടുക. ആൺകുട്ടിയും പെൺകുട്ടിയൊക്കെ ഹിജടകളെ പോലെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് നമ്മളെ കുട്ടികൾ ഡ്രസ്സ് കോഡൊക്കെ ഇട്ടിട്ട് 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ്സിലേക്കുള്ള ആൺകുട്ടിയും പെൺകുട്ടിയൊക്കെ കൂടിയിട്ട് ചാടി മറിയാൻ അവരെന്നെ കാശ് പിരിച്ച് അവരെന്നെ ആളെ വിളിച്ച്. അപ്പൊ അധ്യാപകർ പറഞ്ഞല്ലോ, അമ്മാതിരി യാത്രായി പരിപാടി ഒന്നും ഇവിടെ വേണ്ട. അപ്പൊ ഓല് സ്വന്തം നിലക്ക് ഹാളെടുത്ത് വിദ്യാർത്ഥികളെ, എന്താ നമ്മുടെ കുട്ടികൾ, എന്തൊരു സാമർത്ഥ്യം, എന്തൊരു കഴിവ്, ഏത് രീതിയിലൊക്കെ ഉള്ള ഏറ്റെടുക്കാനും പൂർത്തീകരിക്കാനും നിർവഹിക്കാനും ഒക്കെയുള്ള ട്രെൻഡുകൾ. അപ്പോൾ തന്നെ അധ്യാപകർക്ക് പേടി. സ്കൂളിലാണെങ്കിൽ നമുക്ക് നിയന്ത്രിക്കാം. അവിടെ പിന്നെ പോയി എടുത്തും കണ്ടോ കാട്ടിക്കൂട്ടറ മുഴുവൻ സ്കൂളിന്റെ ചെലവിലാണ് വരിക. അതുകൊണ്ട് അവസാനവും പറഞ്ഞിട്ട് പറഞ്ഞു, ഇവിടെ മറകട്ട സ്കൂളിൽ എന്നിട്ട് നിങ്ങൾ ചാടിക്കുമെന്ന്. ടൂറ് പോയാല് DJ പാർട്ടി ഈ പരിപാടി വന്നാല് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോണില്ല. ഇതൊക്കെ ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കണതാ. ആരാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക? എവിടെയാണ് നമ്മൾ വെച്ച് വെക്കുക? മതക്കാർ ഏറ്റെടുക്കണം, രാഷ്ട്രീയക്കാർ ഏറ്റെടുക്കണം, ഉദ്യോഗസ്ഥന്മാർ ഏറ്റെടുക്കണം.
ഈ മുക്കൂട്ട് മുന്നണിയാണ് എന്റെ നിങ്ങളെയും കുട്ടികളെയും തലമുറനെയും ഈ വഷളൻ സ്വഭാവത്തിൽ അഫാനെ കൊണ്ടുപോയിട്ട് അമ്പാനാക്കണ പരിപാടി ഉണ്ടായിട്ട്. എടാ അമ്പാന എന്നുള്ള വിളി, ഫാഷൻ. അഫാൻ എന്ന അവന്റെ പേര്. വിട്ടുവീഴ്ച, കനിവ്, അലിവ്, വിശാലതയുള്ള എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. പക്ഷെ ഏറ്റവും അടുത്തിറങ്ങിയ ഒരു സിനിമയില് അതിന്റെ പേര് അമ്പാൻ. അഫാനെ കൊണ്ടുപോയിട്ട് അമ്പാനാക്കുക. ഇനിയിപ്പോ ആരാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക? പത്രത്തിലൊക്കെ നിറഞ്ഞേക്കും. ഇന്ത്യങ്ങളും കുട്ടികളൊക്കെ ഇതിന്റെ ഇരകളായി നമ്മൾ കാണാൻ പോവാണ്. ഇപ്പോൾ പിടിച്ചതിനേക്കാൾ വലിയ മുയലുകളും വലിയ മീനുകളും ഒക്കെ മാളത്തുനിന്ന് പുറത്തിയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെവിടെ കൊണ്ടുപോയിട്ട് വെക്കും എന്നുള്ളത് ഒന്ന് അള്ളാഹിലേക്ക് കൂട്ടിമുട്ടിക്കണം. രാഷ്ട്രീയത്തിനും മതത്തിനും ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ഏതായാലും അതായിട്ടൊരു ബന്ധമില്ല. ലിബറലാണ്, സ്വാതന്ത്ര്യമാണ്. പാടണമെങ്കിൽ സിനിമ പാട്ട് വേണം. നല്ല വൃത്തിയുള്ള ഒരു ബസ്സിൽ കയറിയ സിനിമ പാട്ടാണ് ലിബറൽ. ചുംബിക്കുക, ആലിംഗനം ചെയ്യുക, പ്രേമിക്കുക, നല്ല പാട്ടുകൾ. ഞാനങ്ങൾ നാണം കെട്ടിരുന്നിട്ട് കേൾക്കണം. ഒരു സ്കൂളിൽ പാടണമെങ്കിൽ അപ്പാട്ടേ പറ്റുള്ളൂ. നല്ല പാട്ട് പാടും. മതം പാടിയാൽ വർഗീയത, സാമുദായികത ഇളകാണ്. മതക്കാരൊക്കെ ദൈവത്തെക്കുറിച്ച് പാടിയാൽ, പ്രവാചകന്മാരെ കുറിച്ച് പാടിയാൽ വർഗീയതയും വിദ്വേഷവും ഒക്കെ ഉണ്ടാവും. ലിബറലിസ്റ്റുകൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. എല്ലാ ചീഞ്ഞളിഞ്ഞതും നാറിപ്പുഴുത്തതും ഒക്കെ പുറത്തിയാടി അവസാനം മാതിരി കേസ് കെട്ടുകൾ. ഇതൊന്നൊന്നും അല്ലല്ലോ. നീ വഴി വിട്ട് വരാനിരിക്കുകയാണ്. ഞാൻ ഇവിടെ പറഞ്ഞൊന്നും എനിക്ക് ഓർമ്മയില്ല. വേറെ ചില പ്രസംഗത്തിൽ ഞാനത് പറഞ്ഞിരുന്നു. ഇവിടെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആവർത്തനമായിരിക്കും. എൻ്റെ ഓർമ്മയിലാ നിൽക്കണില്ല. ഗസയെ കുറിച്ച് പറഞ്ഞു കൂട്ടുക. ഗസയെ തകർക്കാൻ വേണ്ടി പല പരിപാടികളും അവർ ചെയ്തിരുന്നു. ഗസയിലെ പോരാട്ടത്തെ തകർക്കാൻ, അവിടുത്തെ യുവത്വത്തെ തകർക്കാൻ, അവിടുത്തെ ചെറുപ്പക്കാരെ തകർക്കാൻ ഇസ്രായേൽ നടത്തിയിട്ടുള്ള വഷളൻ ഓപ്പറേഷനുകളുണ്ട്. ബോംബിങ്ങും മിസൈലൊന്നുമല്ല. അതൊക്കെ രക്തസാക്ഷിത്വത്തിലേക്ക് കൊണ്ടുപോകും. മനുഷ്യനെ തകർക്കുക. അവന്റെ വിചാരങ്ങൾ, അവന്റെ വികാരങ്ങൾ, അവന്റെ ബോധത്തെ, അവന്റെ സ്വത്വത്തെ, അവന്റെ വിശ്വാസത്തെ, അവന്റെ മൂല്യങ്ങളെ ധാർമ്മികമായിട്ട് തകർക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത പണി എന്ന് പറഞ്ഞിട്ട് ഈ ഗസ പ്രശ്നം ഇപ്പോ വെടിനിർത്തൽ പ്രഖ്യാപനം കണ്ടായല്ലോ. ആ സമയത്ത് ഇസ്രായേലിലെ വലിയൊരു പത്രമുണ്ട്, ഹാരറ്റ്സ് എന്ന് പറയുന്ന. അതിൽ വലിയൊരു ബുദ്ധിജീവി ഒരു ലേഖനം ചെയ്തിരുന്നു. നമ്മൾ തോറ്റ യുദ്ധമാണിത്. ഗസയാണ് യുദ്ധം ജയിച്ചത്. കാരണം അവർ രാജ്യസ്നേഹികളാണ്. സ്വന്തം കുട്ടികൾ മുതൽ നേതാക്കന്മാരെ അടക്കം, സ്വന്തം ഇണകൾ മുതൽ മാതാപിതാക്കളെ അടക്കം ബലി നൽകിക്കൊണ്ട് ഇറന്ന മണ്ണിന് വേണ്ടി ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ സഹനത്തിന്റെ അപാരമായ ആഴങ്ങളിൽ നിന്ന് എന്തൊക്കെ നൽകിയാണ് അവർ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. നമ്മൾ ഇസ്രായേലുകൾ ചെയ്ത അവിടെ എന്താ? 4 പടക്കം വന്ന് വീടുമ്പോഴേക്ക് ചുണ്ടലി വായുന്ന പോലെ പാഞ്ഞിട്ട് എയർപോർട്ടിലേക്ക് പാസ്പോർട്ടും വിസ എടുത്തിട്ട് പായായിരുന്നു ഇസ്രായേലിൽ നിന്ന് തടിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ഒരു ഏറുപടക്കം വന്നാൽ മതി, അപ്പോഴേക്ക് ഇവിടുന്ന് നാട് വിടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഗസക്കാരൻ തെക്കും വടക്കും പടിഞ്ഞാറും സഞ്ചരിച്ചു എന്നല്ലാതെ ഗസ വിട്ടുപോകാൻ പെടും പറയുന്നുണ്ട്. ട്രംപ് മുതൽ നെതന്യാഹു അടക്കം നരകമാക്കും, കത്തിക്കും എന്നൊക്കെ മുമ്പ് പറയുന്നുണ്ട്. പക്ഷെ ഗസ മറുപടി പറയുന്നുണ്ട്, അതേ അവിടെ വെച്ചാൽ മതി, ആ പരിപാടി ഇട്ട് ഇങ്ങോട്ട് വരേണ്ടതില്ല. ഞങ്ങളിൽ അവസാനത്തെ മനുഷ്യനെയും നിങ്ങൾക്ക് ചുട്ടുകരിച്ചിട്ട് ഗസയുടെ മുകളിൽ കയറി നിൽക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് എന്ത് പറഞ്ഞാലും വേണ്ടില്ല. ഞാൻ അതിൻ്റെ ആ വശത്തേക്കും പോകണില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് മുമ്പ് പറയുന്നത്. അതുകൊണ്ട് ജയിച്ചത് അവരാണ്. അവർ രാജ്യസ്നേഹികളാണ്, നിലപാടുള്ളവരാണ്, ലക്ഷ്യം നേടിയവരാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് ഇസ്രായേലിലെ ഒരു ബുദ്ധിജീവി എഴുതിയ ലേഖനാണ്, നീണ്ട ലേഖനം. അതിലെ മുമ്പ് പ്രത്യേകമായ ഒരു സാധനം കൂടി പറയുന്നുണ്ട്. ഗസയെ തകർക്കാൻ നമ്മൾ പയറ്റിയിട്ടുള്ള കുതന്ത്രങ്ങൾ, അതിൻ്റെ ചെറുപ്പക്കാരെ മുഴുവൻ നിരീശ്വരവാദികളാക്കാൻ, നിർമ്മതവാദികളാക്കാൻ, അള്ളാഹുവിൽ നിന്നും പ്രവാചകന്മാരിൽ നിന്നും വിശുദ്ധ ഖുർആനിൽ നിന്നുമൊക്കെ അകറ്റാൻ എന്തൊക്കെ പണി നമ്മളെടുത്തു. ഗസയുടെ നേതാവുണ്ടായിരുന്നു യഹ്യാ സിൻവാർ. അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട്, നോവലായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പറ്റുമെങ്കിൽ വായിക്കണം. ഒരേ സമയം അവതരണമാണ്, മറുഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതമാണത്. അതിലദ്ദേഹം പറയുന്നുണ്ട്, ടെല്ലവീവിലേക്ക്, കോയമ്പത്തൂരിലേക്കും കൊച്ചിയിലേക്കും ബാംഗ്ലൂരിലേക്കും ഒക്കെ പോകുന്ന നമ്മളെ കുട്ടിയുണ്ടല്ലോ, ആദ്യം നല്ല വൃത്തിയിലും വെടുപ്പിലും ഒക്കെ പോവും. ടെല്ലവീവിന്റെ ഇസ്രായേലിന്റെ അകത്തലങ്ങളിലേക്ക് വർക്കിന് പോകുന്ന ഗസയിലെ വെസ്റ്റ് ബാങ്കിലെ ചെറുപ്പക്കാർ 4 ദിവസം അവിടെ ലോഡ്ജിലൊക്കെ എടുത്ത് താമസിച്ച് പിന്നെ 2-3 മാസം അവിടെ തന്നെയൊക്കെ ആയിട്ട് പിന്നെ തിരിച്ചു വരുമ്പോണ്ടാവും മുറിയം ബനിയന്, കഴുത്തിലൊരു ചങ്ങല, അതുപോലെ തന്നെ മുടിയൊക്കെ കൈപ്പൊങ്ങൊക്കെ പന്തലിട്ട പോലെ, അതുപോലെ കയ്യുമലൊക്കെ പച്ചയൊക്കെ കുത്തി പോസ്റ്റ് മോഡേൺ ഭയങ്കരമായിട്ട് ഗസയിലേക്ക് തിരിച്ചു വരിക. നമ്മൾ വിചാരിക്കും ഇത് അറിയാതെ സംഭവിക്കുന്ന ഒരു അപകടമാണ്. വളരെ കൃത്യമായി ഇസ്രായേൽ ചെയ്ത പണിയായിരുന്നു. എന്തല്ല നിങ്ങളിപ്പോൾ കേരളത്തിൽ കാണുന്നുണ്ടോ അതൊക്കെ? നിരീശ്വരവാദം, നിർമ്മതവാദമൊക്കെ മയക്കുമരുന്ന് കൊടുത്തു നമ്മൾ. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാൻ ആളല്ല. ഇന്നിപ്പോ 150 ഗ്രാം MDMA ഒരുത്തരെ പിടിച്ചിട്ടുണ്ട്. എന്തിനാ ഓനെ പിടിക്കണത്?
മോനെ കൊടുത്തവനെ പിടിച്ചൂടെ? ഇന്ത്യയിലെ ഗവൺമെന്റിന് സംഘപരിവാരത്തിന് പിടിച്ചൂടെ? പിടിക്കില്ല പരിവാർ. സംഘപരിവാർ ഇസ്രായേലും മൊസാദും ഒക്കെ മനുഷ്യനെ തകർക്കാൻ ഉപയോഗിക്കുന്ന അപകടകരമായ ആയുധമാണ് മയക്കുമരുന്ന്. തങ്ങൾ തോൽക്കുന്നിടത്ത് പിടിച്ചു നിൽക്കാൻ ഈ വിഷവിത്തുകൾ വാരിയെറിഞ്ഞ് കുടുംബങ്ങളെയും വ്യക്തികളെയും സമുദായങ്ങളെയും ഒക്കെ തകർക്കാൻ വേണ്ടിയിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസംഗം കൂടി കേട്ടോ. ഡൽഹിയിൽ മയക്കുമരുന്ന് ഇങ്ങനെ നിറഞ്ഞു വന്നു, ഗുജറാത്തിൽ നിന്ന് വന്നു എന്നാ പറയുന്നത്. ഇസ്രായേലും മൊസാദും മയക്കുമരുന്നുകൊണ്ടാണ് ലോകത്ത് കളിക്കുന്നത്. സായുധ സംഘർഷങ്ങളും മയക്കുമരുന്നും ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട അമേരിക്കയുടെയും ഇസ്രായേലിന്റെ ഉപകരണ. അതിനോട് ചാരി നിൽക്കുന്നവർ, അതിനോട് ഒട്ടി നിൽക്കുന്നവർ, അതിന്റെ കൂടെ നിൽക്കുന്നവർ, അതേ തന്ത്രങ്ങൾ കേരളത്തിലുണ്ടാവും. മൂക്കിന് എൻ്റെ 5ാം ക്ലാസ് മുതൽ കുട്ടിയെ കണ്ട് പൊട്ടിത്തെറിക്കല്ലേ, അധ്യാപകനെ വിട്ടും കൊല്ലുന്നൊക്കെ പറഞ്ഞിട്ട്. ആ വർഷം നമുക്ക് അവിടെ വെക്കല്ലേ. അതുകൊണ്ട് റമദാന് കുറച്ച് ആളുള്ള റമദാനിലേക്ക് ഞാനും നിങ്ങളും കയറേണ്ടി വരും. നിങ്ങൾ അങ്ങനെ പള്ളിയൊക്കെ പെയിന്റ് അടിച്ച് നിങ്ങളെല്ലാവരും കൂടിയൊക്കെ ഒന്ന് നിസ്കരിക്കാനൊക്കെ തീരുമാനിച്ച് ഭയങ്കര ഈമാനും ഇസ്ലാമും ഒക്കെ കേറി പുണ്യം നേടിയെടുത്ത കളയാം ചുളുവിൽ എന്ന് വിചാരിക്കാൻ പറ്റുന്ന റമദാനല്ല നിങ്ങളുടെ മുമ്പിലുള്ളത്. നിങ്ങളുടെ അകത്ത് ജീർണമായിരിക്കുന്നു. എല്ലാം എന്താണ് പറയാ, ചിതല് കുത്തി വീഴാൻ കാത്തിരിക്കുകയാണ്. ആരെങ്കിലുമൊക്കെ തോണ്ടുമ്പോഴേക്കും തകർന്ന് തരിപ്പണമാകുന്ന 75 ലക്ഷം 80 ലക്ഷം ഒക്കെ കടം പറഞ്ഞത് മുതൽ വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെയൊക്കെ ആ ഒരു രീതി എടുത്ത് വായിച്ചു നോക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നത് പോലും നമുക്ക് ആലോചിക്കാൻ പറ്റൂല. മനുഷ്യൻ നിസ്സവം കാണുന്ന കാഴ്ചകൾ. നോമ്പ് എന്ന് പറഞ്ഞാൽ സൗമ് എന്ന അറബിയിൽ നോമ്പിന് പറയാം. ബന്ധനസ്ഥനാക്കി വെക്കുക, കെട്ടി നിർത്തി വെക്കുക, പിടിച്ചു വെക്കുക, കുതിരയെ മെരിക്കുക എന്നൊക്കെയാണ് അറബിയിൽ സൗമിനുള്ള അർത്ഥം എന്ന് പറയുന്നത്. അതിനാണ് നോമ്പെടുക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത്. പിടുത്തം വിടാതിരിക്കുക, കെട്ടി നിർത്തുക, നിയന്ത്രണം വിടാതിരിക്കുക. ഒരു സംഗതിയെ നിർത്തേണ്ടടുത്തൊക്കെ ഒരു സംഗതി അതിന്റെ പാരമ്യത്തിലെത്തുക, അതിന്റെ മൂർധന്യത്തിലെത്തുക എന്നൊക്കെയാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ അർത്ഥം. ദുഷിച്ച ചിന്തകളെയും വികാരങ്ങളെയും നിലപാടുകളെയും നടപടികളെയും ഇന്നത്തെ ലോകത്തെ നിയന്ത്രിക്കുന്നവർ സിയോണിസം, ലിബറലിസം, ഫാസിസം, ക്യാപിറ്റലിസം, ഇമ്പീരിയലിസം, ഈ ശൈത്താന്മാർ എല്ലാ കെട്ടുകാഴ്ചകളെയും മനോഹരമായി അവതരിപ്പിക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. അതുകൊണ്ടാ പെൺഫ്രണ്ട് ഉണ്ടാണത്. നിങ്ങൾക്ക് പെൺഫ്രണ്ട് വേണം, എന്തിനാണ് വാപ്പാമ്മ എന്നൊക്കെ ചോദിക്കണത്? ഇവിടെ നമുക്ക് ആ വിഷയം അങ്ങനെ കൊണ്ടുവന്നിട്ട് അലങ്കാരങ്ങളുടെ, ചമയങ്ങളുടെ മാസ്മരികമായ ഒരു ദുനിയാവ് ഈ ആമ്പാറ്റ പോലെ അതിലേക്ക് നിങ്ങളെ ആവാഹിച്ചുകൊണ്ടിരിക്കണവര് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത ചപലന്മാരായി, ദുർബലന്മാരായി. മനുഷ്യന്റെ കരുത്ത് മനസ്സിന്റെയും മസ്തിഷ്കത്തിന്റെയും കരുത്താണ്. അവന്റെ കായബലമല്ല, അവന്റെ ശാരീരികമായ ശേഷിയല്ല, അവൻ കെട്ടിയുയർത്തിയ ഭൗതികമായ സംവിധാനങ്ങളുടെ ഗരിമയും പെരുമയും ഒന്നുമല്ല. ഹൃദയത്തിനെയും മസ്തിഷ്കത്തിനെയും കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാ. അതാണ് സൗം. അതാണ് ഇവർ തകർക്കുന്നത്. ഗസയിലത, അതും ഹാരിസിന്റെ ആള് പറഞ്ഞു, അതിലും നമ്മൾ തോറ്റു. ഹമാസ് അതിനെയും ചെറുത്തു. വിശ്വാസത്തിന്റെ കരുത്തുണ്ട്. മയക്കുമരുന്നിന് അടിമപ്പെട്ടവനെ പോലും ഇസ്രായേൽ വിരുദ്ധ പോരാട്ടങ്ങൾ കണിനിരത്താൻ കഴിയുമാറ് ഗസ അതിവീര്യത്തോടു കൂടി അതിന്റെ ചെറുപ്പക്കാരെ, പക്ഷികൾ കുട്ടികളെ സംരക്ഷിക്കുന്നത് പോലെ ചിറകിന്റെ അടിയിലാഴ്ത്തി സംരക്ഷിക്കുന്നതിന് അവർ പരിശ്രമിച്ചു. നമ്മളിപ്പോ നോമ്പൊക്കെ തന്നെ എന്തെങ്കിലും കുട്ടികളെ ഏർപ്പാടെന്തായിരിക്കും? ചെറുപ്പക്കാര് സംഭാവനയൊക്കെ വന്നു തരും, പള്ളിക്കും മദ്രസക്കും ഒക്കെ. അതിന്റെ ഏർപ്പാടെന്താ? ആണും പെണ്ണും ഒക്കെ കൂടിയിട്ടാണ് മയക്കുമരുന്ന് സ്കൂൾ കുട്ടികളെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിതിലൊക്കെ ഗവൺമെന്റിനെ പറയാൻ ആളുള്ളൂ. നമുക്കിത് തടയാൻ കഴിയില്ല. സർക്കാർ വിചാരിച്ചാൽ തടയാ. ഭീകരവാദവും തീവ്രവാദമൊക്കെ മാഷിയിട്ട് തെരഞ്ഞു പിടിക്കണില്ലേ ഇവിടുത്തെ? ഇല്ലേ? എത്ര ആളുകളെ അവർ നിയോഗിച്ചിട്ടുണ്ട്. പ്രസംഗത്തിലെ ഭീകരവാദം അത് പറയുന്നവനെ പിടിക്കാൻ വഴി നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടി വരും. ഡിങ്കനും മറ്റേ മായാവിക്കും ഒക്കെ വഴി കാണിച്ചു കൊടുക്കണ പോലെ വർഗീയതയും സമുദായികതയും എന്ന് പറഞ്ഞവനെ കിട്ടണില്ലേ പോലീസിന്? ചിലരെ അടിച്ചു പിടിക്കുകയാണ്. ഒരു ഭീകരവാദമോ തീവ്രവാദമോ ഒക്കെ അതിനേക്കാൾ മാരകമാണ് മയക്കുമരുന്നിന്റെ കേസ്. തൊടില്ല പോലീസ്, ഉറപ്പിച്ചോ നിങ്ങൾ. കാരണം ഇതിന്റെ പിന്നിൽ അന്താരാഷ്ട്ര മനുഷ്യത്വ വിരുദ്ധ ഭീകര സംഘങ്ങളുണ്ട്. മറ്റേ ഭീകരന്മാരല്ല. ക്യാപിറ്റലിസത്തിന്റെയും സിയോണിസത്തിന്റെയും ഫാസിസത്തിന്റെയും ഒക്കെ ഉദ്യോഗസ്ഥന്മാരുടെയും ഗവൺമെന്റിന്റെയും പിൻബലമില്ലാതെ ഈ പണി കേരളത്തിൽ ഒഴുകില്ല. ആരൊഴിഞ്ഞു മാറിയിട്ടും കാര്യമില്ല. ഞാനാണ് ഉപയോഗിക്കുന്നത്, എനിക്കാരെ തന്നൊരാളുണ്ടാവില്ലേ? അവനെ ഇടിച്ചു പിടിഞ്ഞാൽ കിട്ടൂലേ ഇവർ? അവനാരോ കൊടുത്തു എന്നുള്ളത്, അവനാരാ കൊടുത്തെന്നുള്ളത് ഇടിച്ചു പിടിഞ്ഞാൽ കിട്ടില്ലേ? മനുഷ്യനെ ഏതൊക്കെ രീതിയിൽ പീഡിപ്പിച്ച് കുടുംബങ്ങളെയും കുട്ടികളെയും സമ്പത്തും ആരോഗ്യവും സദാചാരവും ധാർമ്മികതയും ഒക്കെ തകർക്കുന്ന ഈ മയക്കുമരുന്നിനെതിരെ വളരെ അയഞ്ഞ നിലപാട്. എന്നിട്ട് ബോധവൽക്കരണം സ്കൂളില്, മദ്രസയില്, ക്ലാസ്, എന്നിട്ട് അതിനെതിരെ ഭയങ്കര സംഭവങ്ങൾ. എവിടെ പോണ്? അധികാരവും ഗവൺമെന്റും ഉദ്യോഗസ്ഥന്മാരും
പിന്നെ ഈ നോക്കുകുത്തികളായ മതസംഘടനകളൊക്കെ ഒന്ന് എഴുന്നേറ്റ് എന്നിട്ട് താഴെ തട്ടലും വർക്ക് ചെയ്യുകയാണെങ്കിൽ, ഞാൻ പറഞ്ഞത് നോമ്പ് പിടിച്ചു നിർത്തലാണ്. നിങ്ങൾക്ക് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടോ? കുട്ടികളെപ്പോഴാണ് വീട്ടിൽ വരല്? കുട്ടികളെപ്പോഴാണ് വീട്ടിൽ നിന്ന് പോവല്? ഇപ്പം 11 മണി കഴിഞ്ഞാലാണല്ലോ റോട്ടിക്ക് പുറത്തിറങ്ങല്. നമ്മുടെ ആൺകുട്ടിയും പെൺകുട്ടിയും വാപ്പാക്കും ഉണ്ടാൻ വയ്യ, ഉമ്മാക്കം ഉണ്ടാൻ വയ്യ. അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇശാ ബാങ്ക് കൊടുത്താൽ നിങ്ങൾ അധികം ചുറ്റിക്കറങ്ങരുത്, വന്നിട്ട് വീട്ടിൽ വന്നിട്ട് കടന്നുറങ്ങണം, നേരത്തെ ഉറങ്ങി നേരത്തെ എണീക്കണം. വൈകി ഉറങ്ങി വൈകി എണീക്കുന്ന ഒരു തലമുറ രൂപപ്പെട്ടിട്ടുണ്ട് നിങ്ങളെയൊക്കെ വീട്ടില്. എന്താ സ്വലാത്തു ഖൈറും മിനൻ നൗം. ഇനിയിപ്പോ നോമ്പിന് ഒന്ന് എണീക്കാൻ തീരുമാനിക്കും, മെനക്കെട്ടിട്ട് അത്താഴം വെച്ചുകൊണ്ട്. അത്താഴത്തിൽ പുണ്യമുണ്ട് എന്നാ. അതുകൊണ്ട് നിസ്കരിക്കാൻ വിളിച്ചാൽ നമ്മൾ എണീക്കൂല. അതുകൊണ്ട് അത് തന്നെ ചെയ്തൊരു സന്ദർഭം. തിന്നാനാണ് ഉടനെ എണീക്ക്. ഏത് 12 മണിക്ക് നമ്മൾ പുറപ്പെടുമല്ലോ. തീറ്റയാന്ന് കണ്ടാലേ ഭക്ഷണമുണ്ട്, ഫുഡുണ്ട്, എല്ലായിടത്തും ഫുഡുണ്ട്. ആടലും പാടലും തീറ്റയും ഉണ്ടെങ്കിൽ ഗംഭീര. അല്ല അതുകൊണ്ട് ഇരിക്കും. ഇവനെ എങ്ങനെ വിളിച്ചാലും എണീക്കാത്തവനെ 3 മണിക്കും 4 മണിക്കിടയിൽ ഫുഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവൻ എണീച്ചോളും. അല്ലാതെ അസ്സലാത്തു ഖൈറും മിനൻ നൗം അതിന്റെ മുമ്പ് ഉണ്ടല്ലോ, എണീക്കൂല. എന്നിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞ അതിൽ പുണ്യമുണ്ട്. നോമ്പ് അത്താഴം കഴിക്കൽ വളരെ വലിയ പുണ്യമാണ്. വൃത്തിയും വെടിപ്പുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അത്താഴത്തിന് വേണ്ടി തയ്യാറായിട്ട് എണീച്ചിട്ട് ഇപ്പം വരിക എന്നുള്ളത്. എവിടെ കിടന്ന് എണീക്കല്? ഇനിയിപ്പോൾ റമദാനിൽ നമ്മൾ എണീക്കുന്നു എനിക്കും തോന്നുന്നുണ്ട്. ആദ്യത്തെ ഒരു 3 ദിവസം ഒരു ആവേശത്തിന്റെ കെട്ടുകാഴ്ചകളും അത്ഭുതകരമായ പ്രകടനങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ നടത്തിയെന്ന് വരും. പക്ഷെ 2-ാമത്തെ 10 3-ാമത്തെ 10-ലേക്കൊക്കെ എത്തുന്നതോടുകൂടി ചോർന്ന് മെലിഞ്ഞ് ഒട്ടി നോമ്പിന്റെയും അടിസ്ഥാന മൂല്യങ്ങൾ. ഞാൻ പറഞ്ഞു സൗമ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിലേ, എല്ലാവരും ഇപ്പൊ പറയുന്നുണ്ട്, എല്ലാ പത്രങ്ങളിലും ഇപ്പം എന്താണ് സിനിമയെ അവലോകനം ചെയ്യുന്നുണ്ട്. സിനിമ മുഖ്യ പ്രതിയാണ്. കാരണം അതിന്റെ ഇമാമ് യഹൂദനാ. ലോക സിനിമയുടെ ഇമാമ് യഹൂദനാണ്, ഇസ്രായേലാണ്. അമേരിക്കയിലെ വർണർ ബ്രദേഴ്സും അതുപോലെ തന്നെ ഡിസ്നിയും സിഡ്നിയും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന സിനിമാ ലോകത്തിന്റെ ഒരു മനുഷ്യനെയും ഒരു തലമുറയും എങ്ങനെ ഒന്നുമല്ലാതാക്കി മാറ്റാം. നിങ്ങളെയൊക്കെ കുട്ടികളെ റോൾ മോഡൽ സിനിമയാണല്ലോ. അല്ല നിങ്ങൾ പറയണ ഏതെങ്കിലും മഹാന്മാരാ, വിപ്ലവകാരികളാ, ചരിത്രത്തിലെ ഏതെങ്കിലും വിമോചകന്മാരാ? 3-ാം കിട 4-ാം കിട സിനിമയിലെ വേഷം കെട്ടിയിട്ട് ഇന്ത്യങ്ങളെ ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ ഇപ്പൊ പറയാം, ചുരിദാറും കമ്മീസും ഒന്നും വേണ്ട, പെൺകുട്ടിക്കും പാന്റ് മതി, ആൺകുട്ടിക്കും പാന്റ് മതി. രണ്ടാക്കുമ്പോ അഞ്ഞ് പെരുന്നാളിന് ഈ പാന്റൊക്കെ ഇട്ടിട്ട് അയഞ്ഞ പാന്റും മുറുകിയ പാന്റും ഒട്ടിയ പാന്റും കയറിയ പാന്റും ഒക്കെ ഇട്ടിട്ട് ആരാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്? എവിടുന്നാണ് ഇതൊക്കെ തീരുമാനിക്കപ്പെടുന്നത്? ഒരാളുമില്ല. സിനിമയാണ്. 2-ാമത്തെ മൊബൈല്. നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് ഫാസ്റ്റിംഗ് ചെയ്യാൻ പറ്റുമോ? ഭക്ഷണവും ഭക്ഷണവും അതുപോലെ തന്നെ വൈകുന്നേരം വരെ തീറ്റും കൂടിയും സ്ത്രീ പുരുഷ ബന്ധവും നിർത്തിയിട്ട് കാര്യമല്ല. നിങ്ങളെ മൊബൈൽ എടുത്തിട്ട് ഒരു ഡിജിറ്റൽ ഫാസ്റ്റിംഗ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അപകടകരമായ സാധനമാണ്. പറയാതിരുന്നിട്ട് അതും യഹൂദന്റെതാണ്. വ്യക്തികളെ പിന്തുടരാൻ, ഓരോ മനുഷ്യനെയും കൺട്രോൾ ചെയ്യാൻ സമഗ്രാധിപത്യ, സർവാധിപത്യ, ഇമ്പീരിയലിസ്റ്റ്, സയഡിസ്റ്റ്, ഫാസിസ്റ്റ് സംവിധാനങ്ങൾ നടത്തുന്ന അപകടകരമായ കളിയുടെ ഭാഗമാണ് ഡിജിറ്റൽ വിപ്ലവം എന്ന് പറയുന്നത്. അത് മനുഷ്യന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ട അടിസ്ഥാനപരമായ സാധനമൊന്നുമല്ല. അങ്ങനെയൊക്കെ ഒരു അവതരിപ്പിക്കും. അതുകൊണ്ട് ഞാനും നിങ്ങളും എവിടെയാണ് എന്താണ് എന്നൊക്കെ കൃത്യമായിട്ട് ആർക്കറിയാം. നമ്മളെ അപ്പൊ പിന്നെ അങ്ങനെയാണ് അത് എന്ന് കണ്ടാൽ പിന്നെ നമ്മളാരും അത് വല്ലാതെ തൊടൂല. അപ്പൊ അവരെന്ത് ചെയ്തു? അതിൽ കൊണ്ടമോന സാധനങ്ങൾ കുത്തി നിറച്ച് നമ്മളെ താഴെ വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഉറങ്ങുകയാണെങ്കിൽ പോലും മൊബൈൽ മാറ്റി വെക്കരുത്, മരിച്ചോടുത്ത് പോയാൽ പോലും മാറ്റി വെക്കരുത്. നിങ്ങൾ ഏറ്റവും ഗൗരവതരമായ ഒരു സംഭവത്തിലാണെങ്കിൽ പോലും ഫോണുകൾ മാറ്റി വെക്കരുത്. നിർബന്ധിതമായ എന്തൊക്കെയോ കുത്തി നിറച്ച് ഒരു നിമിഷത്തിൽ പോലും നമ്മുടെ കയ്യിൽ നിന്ന് താഴേക്ക് വെക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാം വേണ്ടാധീനങ്ങളും അതിനുള്ളിൽ നിറച്ചിട്ട് നിങ്ങളെയും കുട്ടികളെയും കയ്യിലേക്ക് തരികയാണ് ഈ സാധനം. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മായയിൽ, വലയിൽ, അതിൻ്റെ പിടുത്തത്തിലാണ് വീണിട്ട് വെക്കാതിരിക്കുക. നിങ്ങൾക്ക് നോമ്പിന് പറ്റുമെങ്കിൽ ഈ സാധനം എടുത്ത് എവിടെയെങ്കിലും വെച്ച് പൂട്ടി വെക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളെ കുട്ടികളും കഴിച്ചിലാവും, നമ്മളും കഴിച്ചിലാവും. ഈ സാധനം ഉണ്ടല്ലോ, 24 മണിക്കൂറിൽ 1 മണിക്കൂർ 1/2 മണിക്കൂറേ ഞാനിത് എടുക്കുള്ളൂ. ഇനി ഓതാനും വായിക്കാനൊക്കെ ആണെങ്കിൽ എടുത്തോ, അതിനൊന്നും അല്ലത് എടുക്കണത്. വളരെ വളരെ നിസ്സാരമായ ചാബല്യങ്ങൾ, ദൗർബല്യങ്ങൾ, അതിർത്തികളിൽ നിന്ന് എന്നെയും നിങ്ങളെയും റാഞ്ചാൻ പറ്റുന്ന കാഴ്ചകളിലേക്കാണ് ഇത് നമ്മളെ കൊണ്ടുപോകാൻ പോണത്. നിങ്ങൾ എടുത്തിട്ട് ഒരു സ്ഥലത്തേക്ക് വെക്ക്. വലിയ കരുത്തുണ്ടെങ്കിൽ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് ആണ് നടക്കേണ്ടത്. നോമ്പ് നിങ്ങൾ ടെലിവിഷൻ ടെലിവിഷനൊന്നും കണ്ടിട്ട് ഒന്നും വരാൻ പോണില്ല. ഒന്നും സംഭവിക്കാം. നമ്മുടെ ഫാസിസവും ഇമ്പീരിയലിസവുമാണ് ലോകത്തെ മിക്ക 99% വാർത്താ മീഡിയകളും നിയന്ത്രിക്കുന്നത്. ഓരോന്നിന്റെ മുതലാളിമാരങ്ങൾ പരിശോധിച്ചോ, ആ മുതലാളിമാർക്കും ആ മുതലാളിമാരുടെ താല്പര്യങ്ങൾക്കും അനുസരിച്ചാണ് ലോകത്തെ മീഡിയയുടെ 99% വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഊട്ടി താക്കോൽ അവിടെ വെച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും. അത് കണ്ടിട്ട് നാടെന്നാവും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല. കൊലപാതകങ്ങൾ പോലും ആഘോഷമാക്കി
അതൊരാചാരമാക്കി, അതൊരു ഭയങ്കര സംഭവമാക്കി, അതിന്റെ ദൈനംദിന കാഴ്ചകളൊക്കെ തന്ന് എന്നെയും നിങ്ങളെയൊക്കെ ആവാഹിക്കുന്ന രീതിയിൽ, വലിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ. എന്നിട്ട് എന്താ സംഭവിക്കണത്? അതൊക്കെ തൽക്കാലം പൂട്ടി വെച്ചോ. ഈ മൊബൈലും താഴേക്ക് വെക്കാൻ പറ്റും. നോമ്പിന് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പണിയാണ് മൊബൈൽ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഖുർആൻ എടുക്കുക, നിസ്കരിക്കാൻ തീരുമാനിക്കുക. അള്ളാഹിന്റെ റസൂല് അതിമഹത്തരമായ പ്രതിഫലങ്ങളാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. സാധാരണ രംഗത്ത് നിങ്ങൾ ഒരു പുണ്യം ചെയ്താൽ 10 മുതൽ 700 ഇരട്ടി വരെ കൂലി തരുന്നൊക്കെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫർദ് നിങ്ങൾ ചെയ്താൽ 70 ഇരട്ടി വരെ കൂലി തരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നോമ്പിന് അങ്ങനെയൊന്നും അല്ലാതാണ്. അന അജ്സി ബിഹി, ഞാനാണ് അവന് പ്രതിഫലം കൊടുക്കുക. കാരണം അവൻ എനിക്ക് വേണ്ടി ശറാബഹു, മസ്തിഷ്കവും മനസ്സും ആഞ്ഞു വലിക്കുന്ന ശാരീരികേച്ഛകളെ കൺട്രോൾ ചെയ്തിട്ട് പിടുത്തം വിടാതെ നിൽക്കുകയാണ് അവൻ. ഏത് നിമിഷവും പിടുത്തം വിടാക. ഭക്ഷണം, കാമം, അതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ആഗ്രഹങ്ങളുടെ മുഴുവൻ, ആസക്തികളുടെയും മത്യാഗ്രഹങ്ങളുടെയും അതുപോലെ തന്നെ മനസ്സിനെ പിടിച്ചു വലിക്കുന്ന അനവധി വികാരങ്ങളുടെയും മനസ്സും ശരീരമൊക്കെ അങ്ങനെ വലിച്ചു മുറുകി അതിലേക്ക് ചാടാൻ കാത്തിക്കുമ്പോൾ ഒക്കെ മുമ്പിലുണ്ടായിട്ട് നമ്മൾ പൂട്ടി വെച്ച് നിൽക്കുകയാണ്. പിടിച്ചു വെക്കാൻ അതാണ് സൗമ്യം എന്ന് പറയുന്നത്. നിങ്ങൾ പിടിച്ചു വെക്ക്. തുറക്കൂല, എടുക്കൂല, കൊടുക്കൂല, ചെയ്യില്ല, സമ്മതിക്കില്ല, ഞാൻ അതിലേക്ക് പോകില്ല എന്ന നിലപാടുകൾ പ്രഖ്യാപിക്കാൻ, അതാണ് സൗം. എന്നിട്ട് നിങ്ങൾ റമദാൻ എന്ന് പറഞ്ഞാൽ കരിക്കുക, ചൂട് വെച്ചിട്ട് കരിക്കുക. മനസ്സിന്റെ അകത്തളങ്ങളിലും മസ്തിഷ്കത്തിലും അടിഞ്ഞുകൂടിയിട്ടുള്ള സകല വഷളൻ വൈറസുകളെയും, അശ്ലീല, അനാശാസ്യ, ആഭാസ, ആഘോഷ, അസൂയ, അപകട, അധാർമിക, ആക്രമണ, എന്തൊക്കെ വൈറസുകളുണ്ടോ, മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും കലയുടെയും സാഹിത്യത്തിന്റെയും വ്യക്തിപരമായ ദൗർബല്യങ്ങളുടെയൊക്കെ പേരിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള എല്ലാ വൈറസുകളെയും ചൂട് നമ്മൾ തന്നെ വെക്കുക. ചൂട് വേറെ ഒരാൾക്ക് അതിനെ കത്തിക്കാൻ കഴിയില്ല. ആ കത്തിക്കലാണ് വ്രതം. ഇരുന്നിട്ട് അള്ളാന്റെ ഒപ്പാണ്ട് ഇരുന്നിട്ട് മനസ്സിനെയും മസ്തിഷ്കത്തിനെയും ശുദ്ധീകരിക്കുക. ബാക്കിയിലേക്ക് ഞാൻ കടന്നു പോണില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് മതസംഘടനകൾക്കും രാഷ്ട്രീയ സംഘടനകൾക്കും ഒക്കെ നല്ല പണിയുണ്ട്. ഇന്ത്യങ്ങളിൽ മക്കളെ പിടുത്തം വിടാൻ പോവാൻ. നാളെ ഇവൻ തന്നെയാണത്. അഫാന് നിങ്ങളെ വരയിലാണുള്ളത്. ഈ കുട്ടികളെ കൊണ്ട് കോമ്പസ് കൊണ്ട് കുത്തി അവനെ സംഗീതം, നഴ്സുമാർ, വിദ്യാർത്ഥികളുണ്ടല്ലോ, ഇതൊക്കെ നമ്മളെ വീട്ടിലെ കുട്ടികളാണ്. അവരെന്നും പറയാൻ കുട്ടികളല്ല അതിന്റെ പ്രശ്നം. ഇവരെ വാർത്തെടുത്ത കലാ, സാഹിത്യ, സാമ്പത്തിക, രാഷ്ട്രീയ സംവിധാനങ്ങളാണ് ഇത്രയും ചിഞ്ഞളിഞ്ഞ വഷളായ തലങ്ങളിലേക്ക് ഇന്ത്യയിലും കുട്ടികളെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുള്ളത്. ഒരൊറ്റ പണിയാ ചെയ്യേണ്ടത്. ഒന്ന്, നമ്മുടെ വീട്ടിൽ നമ്മൾ സ്വയം രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക് കരുത്തുള്ള നിലപാടുകളുടെയും ശക്തിയുള്ള നടപടിക്രമങ്ങളുടെയും ആർജവമുള്ള നിലപാടുകളൊക്കെ സ്വീകരിച്ചിട്ട് അതിൻ്റെ കൂടെ അള്ളാഹുവിൽ വിശ്വാസമർപ്പിച്ച് മക്കളെ ചേർത്ത് പിടിച്ച്, അതൊക്കെ പറയുന്നുണ്ട്, പിടിക്കാനോ വർത്താനം പറയാനോ തടവാനോ തലാടാനോ പെൺഫ്രണ്ട് വേണം, ആൺ ഫ്രണ്ട് വേണം, നല്ല വാപ്പിയും പെരയിലില്ല, നിൽക്കട്ടെ അവിടെ. നിങ്ങളെ മക്കളെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കും. എന്നിട്ട് അള്ളാഹിനോട് പറയും, അബ്ബന ഹബലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ, എൻ്റെ കുട്ടികളിൽ നിന്നും എൻ്റെ ഇണകളിൽ നിന്നും കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ച നൽകി അള്ളാഹുവേ നീ എന്നെ സഹായിക്കണം. അപമാനി ആ വാപ്പ വരുന്ന വരവുണ്ടല്ലേ നിങ്ങൾ. എന്താ പറയാൻ പോണത്? എന്താണ് അയാൾക്ക് പറയാനുള്ളത്? എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഇനി ജീവിതത്തിൽ അയാൾ എന്താണ് കരിപ്പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? അപമാനം, നിന്ദ്യത, ഇഹലോകത്തും പരലോകത്തും. പടച്ചോനോട് സമാധാനം പറഞ്ഞിട്ടടങ്ങുക. തൗബ ഇസ്തിഗ്ഫാറൊക്കെ ഉണ്ട്, അതൊക്കെ ആളുകൾക്ക് തുറക്കാം. ഈ ചെക്കനോ ഓനതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ചെയ്ത പണി എന്താ? പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വന്ന്. ഓന് വേറെന്താ ചെയ്യാനുള്ളത്? എന്തിനാണിത് ചെയ്ത്? ഇത് വലിയൊരു പരിണതിയാണ്. ഇതൊക്കെ ഞാനുങ്ങളും ചെയ്ത് അവസാനം എത്താൻ പോണ അള്ളാന്റെ മുമ്പിലേക്കാ. രക്ഷപ്പെടാൻ വഴിയില്ല. വേറെ ശൂന്യതയിൽ നിങ്ങൾക്ക് വിലയം പ്രാപിക്കാൻ പറ്റൂല. മരിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് എലിവിഷാണ് അവൻ കുടിച്ചത്. എലിവിഷൻ കുടിച്ചിട്ടൊന്നും ഒരാൾ മരിക്കൂല. മരിക്കാൻ അവന് ധൈര്യമില്ല, കൊല്ലാൻ അവന് ധൈര്യം ഉണ്ടായി. മരിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളും വലിയ പ്രശ്നമാണ്. അതുകൊണ്ട് മരിക്കാൻ പോലും ധൈര്യമില്ലാതെ പിന്നെ എവിടേക്കാണ് പോകേണ്ടത് രക്ഷപ്പെടാൻ? അതിന്റെ അപ്പുറമാണല്ലോ ഞാനും കൂടെ നാളെ അള്ളാന്റെ അടുത്തേക്ക് പോകാനിരിക്കുന്നത്. ഈ നിന്ദ്യതകളും നിസ്സഹായതകളും ഈ ദുരിതങ്ങളും ദുശ്ചെയ്തികളും ഒക്കെ നടത്തി എടോ കുരുത്തം കിട്ടോനെ, വൃത്തിയിട്ടോനെ, ഇതൊന്നും നിർത്ത് ഈ പരിപാടി. റമദാൻ ഇതാ വന്നിരിക്കുന്നു. തിരിഞ്ഞു നടക്കാൻ, യൂട്ടേൺ എടുക്കാൻ, നിനക്ക് നിന്നെ വിലയിരുത്താൻ, സ്വയം വിമർശിക്കാൻ, നിനക്ക് നിന്നെ തന്നെ കരിച്ച് ഉണക്കി ശുദ്ധീകരിച്ചെടുക്കാൻ, നിനക്ക് നിന്റെ അള്ളാഹുവിലേക്ക് ഒരു തീർത്ഥയാത്ര നടത്താൻ നിന്റെ ആയുസ്സിൽ കിട്ടുന്ന ഏറ്റവും മനോഹരമായ അവസരമാണത്. പാപ്പാരും ഉമ്മാരും കുടുംബങ്ങളും ഒക്കെ ചേർന്നിട്ട് സ്വന്തം വീട്ടിന്റെ അകത്തളങ്ങളിൽ വളരെ മനോഹരമായ സംവിധാനങ്ങൾ ഒരുക്ക്. മൊബൈലും ടെലിവിഷനും ഒക്കെ ഒന്ന് പൂട്ടി വെച്ചിട്ട് ഖുർആനും നമസ്കാരവും പ്രാർത്ഥനകളും തഹ്ലീലുകളും തദ്കീറുകളും പഠനങ്ങളും പാരായണങ്ങളും ഒക്കെയായി, ദാനധർമ്മങ്ങളും ഒക്കെയായി
അള്ളാഹു വെച്ച ഓഫറുകൾ വാങ്ങാൻ, നമ്മുടെയൊക്കെ ഭാരങ്ങൾ ഇറക്കി വെക്കാൻ, ഏത് സങ്കടങ്ങളും അള്ളാന്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് തുറന്നു വെക്കാൻ, എന്നിട്ടൊരു മനസ്സമാധാനത്തോടു കൂടി ഭാവികാല ജീവിതത്തിന് പ്രതീക്ഷിക്കാൻ കഴിയുമാറ് റമദാനിനെ സ്വാഗതം ചെയ്യാൻ ഞാനും നിങ്ങളൊക്കെ ശ്രമിക്കണം എന്നാണ് എന്നോട് നിങ്ങളോട് ഉണർത്താനുള്ളത്. കരുണാവാരിധി അല്ലാഹു അതിന് നമ്മളെയൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാന് തൊട്ട് മുമ്പിലാണുള്ളത്. കുറച്ച് നല്ല സൂക്ഷ്മമായ ഹോംവർക്കുകളൊക്കെ വീട്ടിൽ ചെയ്യുക. അതിൻ്റെ ബാക്കി വിശദീകരണത്തിലേക്ക് ഞാൻ പോകണില്ല. ഒരു നാടോടുമ്പോൾ നടുവേ ഓടുന്ന നോമ്പാണിന് പകരം നിങ്ങൾ വ്യക്തിപരമായി തീരുമാനമെടുക്കണം. ഈ റമദാനിൽ ഞാൻ എന്ത് ചെയ്യും, ഞാൻ എന്തൊക്കെയാണ് കരസ്ഥമാക്കുക, എൻ്റെ കുട്ടികളെയും ഇണകളെയും എൻ്റെ വാപ്പാനെയും ഇമ്മാനെയും എൻ്റെ വീട്ടിലും എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാവുക. അല്ലാതെ നിങ്ങൾ വന്ന് തറാവി രാവിലെ മുതൽ വൈകുന്നേരം പിന്നെ അവിടെ കാണുന്ന തുറയും ഒക്കെ കൂടിയിട്ട് ഇനിയിപ്പോൾ എല്ലാവരും തുറയാണ്, പാർട്ടികളും സംഘടനകളും എന്തിനാണ് അതൊക്കെ തുറക്കണം? എല്ലാവരും ഇനി തുറയോട് തുറയിരിക്കും. മനുഷ്യൻ അടഞ്ഞു കിടക്കുകയാണ്, എല്ലായിടത്തും ചുട്ടുപൊള്ളി വെന്ത് നീറി. തുറക്കേണ്ടത് ഹൃദയങ്ങളെയാണ്, മസ്തിഷ്കത്തെയാണ്, അള്ളാഹുവിലേക്കാണ് തുറക്കേണ്ടത്. അതുകൊണ്ട് നല്ലൊരു മൊഡ്യൂളും ഷെഡ്യൂളും ടൈംടേബിളും ഒക്കെ നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം റമദാന് വേണ്ടി. അതാണ് എനിക്ക് പറയാനുള്ളത്. നാടോടുമ്പോൾ നടുവേ ഓടരുത്, മറിച്ച് എനിക്ക് റമദാൻ കൊണ്ട് ഇതാണ് വേണ്ടത് എൻ്റെ വീട്ടിൽ, എൻ്റെ കുട്ടികളിൽ, എൻ്റെ കുടുംബത്തിൽ. അതിനനുസൃതമായ രീതിയിൽ റമദാനിനെ സെറ്റ് ചെയ്യാനും അതിൻ്റെ എല്ലാ നന്മകളും, നമസ്കാരം, പ്രാർത്ഥനകൾ, ഖുർആൻ പാരായണം, ഖിയാമുൽ ലൈൽ, തറാവീഹ്, തഹജ്ജുദ്, തൗബ, ഇസ്തിഗ്ഫാർ, ദാനധർമ്മങ്ങൾ, എന്തൊക്കെ നിങ്ങൾക്ക് നന്മകളായിട്ട് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ട് റമദാനിൻ്റെ പുണ്യങ്ങൾ കൈവശപ്പെടുത്താൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും മനോഹരമായി പരിശുദ്ധ റമദാനിനെ സ്വാഗതം ചെയ്യാൻ അല്ലാഹുവേ നീ ഞങ്ങളെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. വളരെ അപകടകരമായ വാർത്തകളും സംഭവങ്ങളും ഒക്കെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ ഇണകളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഒക്കെ എല്ലാ ദുരന്തങ്ങളിൽ നിന്നും നീ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. സ്വന്തം മക്കളും മാതാപിതാക്കളും ഇണകളും ഒക്കെ നിന്ദ്യതയും നിസ്സഹായതയുമായി മാറുന്ന പതിതാവസ്ഥകളിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുമാറാകണമേ തമ്പുരാനെ. എത്ര വലിയ കുറ്റങ്ങളിലും എത്ര വലിയ തെറ്റുകളിലും ഞങ്ങളുടെ മക്കളും ഇണകളും ഒക്കെ വീണുപോയിട്ടുണ്ടെങ്കിലും അല്ലാഹുവേ നീ അവരെ കൈപിടിച്ചുയർത്തുകയും സ്വയം ശുദ്ധീകരിക്കാനും ഇഹലോകത്തും പരലോകത്തും വിജയം കൈവരിക്കാൻ കഴിയുമാറ് ഞങ്ങളുടെ ഇണകളെയും കുട്ടികളെയും ഒക്കെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. കണ്ണിന് കുളിർമ നൽകുന്ന മക്കളും ഇണകളുമായി ഞങ്ങളുടെ ഇണകളെയും മക്കളെയും നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഇത് ഷാബാനിൻ്റെ അവസാന ദിവസങ്ങളിലാണ് ഞങ്ങളുള്ളത്. ഇന്നോ നാളെയോ ഞങ്ങൾ റമദാനിലേക്ക് പ്രവേശിക്കും. കരുണാവാരിധി അല്ലാഹുവേ ആ റമദാനിൽ കഴിച്ചുകൂട്ടാനും അതിൻ്റെ എല്ലാ നന്മകളും കൈവശപ്പെടുത്താനും ഞങ്ങളെയൊക്കെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഉമ്മാര് ഉപ്പാര് ഞങ്ങളുടെ ഇണകൾ കുട്ടികൾ ഞങ്ങളുടെ വീട് ഞങ്ങളുടെ കുടുംബം സമൃദ്ധിയുള്ള നന്മകളുള്ള എല്ലാ മൂല്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന നിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയാൻ കഴിയുന്ന അന്തരീക്ഷങ്ങൾ നൽകി ഞങ്ങളുടെ വീടുകളെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങളെ നീ അനുഗ്രഹിക്കുമാറാകണമേ തമ്പുരാനെ. എല്ലാ തിന്മകളിൽ നിന്നും മുക്തി നേടാനും സ്വയം പിടിച്ചു നിൽക്കാനുമൊക്കെയുള്ള കരുത്താർജിക്കാൻ വലിയ പരിശീലനമാകാൻ എല്ലാ അപകടങ്ങളിൽ നിന്നും ചതിക്കുഴികളിൽ നിന്നും കരകയറാൻ കഴിയുമാറ് ഈ റമദാനിനെ കൊണ്ട് നീ ഞങ്ങൾ അനുഗ്രഹിക്കണേ തമ്പുരാനെ. മുസ്ലിം ഉമ്മത്തിനെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ നാടിനെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. കാലാവസ്ഥയിലും ശരീരത്തിലും വീട്ടിലും മനസ്സിലും ഒക്കെ അനുകൂലമായ എല്ലാ അവസരങ്ങളും ഒരുക്കി ഈ റമദാനിനെ സ്വീകരിക്കാൻ അല്ലാഹുവേ നീ ഞങ്ങളെ പ്രാപ്തനാക്കണേ തമ്പുരാനെ. നീ ഞങ്ങളോട് കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഞങ്ങൾക്ക് പുറത്തു തരികയും എല്ലാം വിട്ടുവീഴ്ച ചെയ്ത് എല്ലാം മായ്ച്ചു കളഞ്ഞ് വിശുദ്ധമായ അവസ്ഥയിൽ നിന്നെ കണ്ടുമുട്ടാൻ കഴിയുമാറ് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ നാഥ. ഞങ്ങളോട് നീ കരുണ കാണിക്കുമാറാകണമേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മാര് ഉപ്പാര് നിന്നിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ള ഖബറിലും വർസഖിലും ഒക്കെ കഴിച്ചുകൂട്ടുന്ന ഞങ്ങളുടെ ഉമ്മമാർ ഉപ്പമാർ അവരെ നീ പ്രത്യേകമായി അനുഗ്രഹിക്കണേ തമ്പുരാനെ. മഗ്ഫിറത്തും മർഹമത്തും നൽകി നീ അവരെ തുണക്കുമാറാക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഉമ്മാരുപ്പാരും ഒക്കെ ഉണ്ട്. ഈ റമദാനിൽ അവരെ മനോഹരമായി സംരക്ഷിക്കാനും അവരോടുള്ള കടപ്പാടുകളൊക്കെ പൂർത്തീകരിക്കാനും അല്ലാഹുവേ അവരുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കുകയും അവരുടെ മനസ്സിലൊക്കെ സമാധാനം നൽകുകയും ചെയ്ത് ഞങ്ങളുടെ ഉമ്മമാരെയും ഉപ്പമാരെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഇണകളെയും കുട്ടികളെയും നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ അർഹംനാ യാ അർഹമർ റഹീമീൻ. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم انك عفو تحب العفو فاعف عنا. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم بارك في شعبان وبلغنا رمضان ووفقنا فيه بالصيام والقيام وتلاوة القرآن يا رب العالمين يا أرحم الراحمين. اللهم انصرنا يا رب العالمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم
وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين آمين برحمتك يا أرحم الراحمين وصلى الله على محمد صلى الله عليه وسلم.